എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഓരോ കാര്യങ്ങളും ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കാണണേ. അപ്പോൾ ദേണ്ടേ ഞാൻ രാവിലെ എഴുന്നേറ്റ് കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം ദേണ്ടേ നമ്മൾ മിക്സിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഞാനൊരു 250 ml കപ്പിലൊരു 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി വെള്ളത്തിലിടാൻ സത്യത്തിൽ മറന്നു പോയതാണ്. അപ്പോഴത്തേന് വേണ്ട ഞാനത് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും എങ്ങനെയാണെങ്കിലും. അപ്പോൾ വേണ്ട ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ പൊട്ടിച്ചതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഈസ്റ്റ് തന്നെ എടുക്കണം, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടും. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി പഞ്ചസാര മുന്നോട്ട് നിൽക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കാം. ഇവിടെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും. പിന്നെ അതേടെ നമ്മൾ കറിക്കുള്ള തേങ്ങയുടെ പാല് പിഴിയാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റൂ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പം ഒരു 5-6 കാഷ്നട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അതേണ്ട എന്നിട്ട് അത് രണ്ടും കൂടെ ഒന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതും കൂടി ഒന്ന് മാറ്റി വെക്കും. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം, അരിപ്പയെ കൂടി അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ പകുതി സവോള, പിന്നെ ഇതിലേക്ക് എടുത്തിന് ഒരു ചെറിയ കഷ്ണം കോളിഫ്ലവറാണ്. ഇത്രയും ഞാൻ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 3-4 പച്ചമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഏലക്കായും ഗ്രാമ്പും പട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിങ്ങനെയാണ് സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വേണ്ട നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. അപ്പം ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ചിലർ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പക്ഷേ ഞാൻ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേണ്ടേ നമ്മളിതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പം മൂടി വെച്ച് കൊടുത്തിട്ട് വേണ്ട ഇപ്പം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വേണ്ട ഞാൻ ഇളക്കി കൊടുക്കുവാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കത്തില്ല. പിന്നെ നമ്മൾ വേണ്ട നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. അതിന് ശേഷം നന്നായിട്ട് തിളക്കി കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല, ചൂടായി വരാനേ പാടുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് വേണ്ട ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില, അതിൻ്റെ കൂടെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യ് ഉണ്ടായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. ഞാൻ സാധാരണ നെയ്യാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ അതേണ്ട നമ്മുടെ കറി നമുക്കിനി മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ വേണ്ടേ നമ്മൾ ഇനി അടുത്തായിട്ട് അപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചട്ടി വെച്ചിട്ട് വേണ്ടേ മാവ് കോരി ഒഴിക്കുന്നുണ്ട്. അപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ച് കൊടുത്തിരിക്കുന്നത്. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേന് ചട്ടിയിൽ ഇങ്ങനെ പറ്റാതെ ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ പോരും, തീ കൂടിയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ വേണ്ട ഇത് കുഴപ്പമില്ലാതെ എല്ലാം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ട നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഈ അളവിൽ നമുക്കൊരു 10 അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ 10 അപ്പമാണ് ഇത് ഈ അളവിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇനി നമുക്ക് കഴിക്കാനായിട്ടെല്ലാം ടേബിളിലെടുത്ത് വെക്കാം.
അപ്പോൾ നല്ല നമ്മുടെ സോഫ്റ്റ് അപ്പവും അതുപോലെ തന്നെ നല്ല ഒരു വെജിറ്റബിൾ സ്റ്റൂവും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വെജിറ്റബിളിന് പകരം നമുക്ക് ചിക്കനും കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബീഫ് കൊണ്ടും ഉണ്ടാക്കാം. ഇതേണ്ട നമ്മളുടെ പൂ പോലത്തെ പാലപ്പവും അതുപോലെ നല്ല സൂപ്പർ വെജിറ്റബിൾ സ്റ്റൂവും തേണ്ട ഞാൻ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.